30/6/24 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 30/3/2000 മധുവൻ. മനസ്സിനെ ആരോഗ്യകരമാക്കി വയ്ക്കുന്നതിനായി ഇടയ്ക്കിടയ്ക്ക് 5 സെക്കൻഡെങ്കിലും കണ്ടെത്തി മനസ്സിൻ്റെ എക്സസൈസ് ചെയ്യൂ. ഇന്ന് ദൂരദേശിയായ ബാബ്ദാദ തൻ്റെ സാകാര ലോകത്തിലെ ഭിന്ന ഭിന്ന ദേശവാസികളായ കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്തുവാൻ വന്നിരിക്കുന്നു. ബാബ്ദാദ ഭിന്ന ഭിന്ന ദേശവാസികളെ ഏകദേശവാസിയായി കാണുകയാണ്. ആര് എവിടെ നിന്നും വന്നവരായിരുന്നാലും ശരി, ഏറ്റവും ആദ്യമായി എല്ലാവരും ഒരേ ദേശത്ത് നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തൻ്റെ അനാദി ദേശം ഓർമ്മയുണ്ടല്ലോ, പ്രിയമായി തോന്നുന്നുവല്ലോ. ബാബയോടൊപ്പം തൻ്റെ അനാദി ദേശവും വളരെ പ്രിയമായി തോന്നുന്നുവല്ലോ. ബാബ്ദാദ ഇന്ന് എല്ലാ കുട്ടികളുടെയും 5 സ്വരൂപം നോക്കുകയാണ്. അറിയാമോ 5 സ്വരൂപങ്ങൾ ഏതാണെന്ന്? അറിയുന്നുണ്ടല്ലോ. 5 മുഖമുള്ള ബ്രഹ്മാവിൻ്റെയും പൂജയുണ്ടാകുന്നു. അപ്പോൾ ബാബ്ദാദ എല്ലാ കുട്ടികളുടെയും 5 സ്വരൂപം നോക്കുകയാണ്. ആദ്യത്തേതാണ് അനാദി ജ്യോതി ബിന്ദു സ്വരൂപം. ഓർമ്മയുണ്ടല്ലോ തൻ്റെ സ്വരൂപം, മറന്നു പോകുന്നില്ലല്ലോ. രണ്ടാമത്തേതാണ് ആദി ദേവതാ സ്വരൂപം. ദേവതാ സ്വരൂപത്തിൽ എത്തിച്ചേർന്നുവോ? മൂന്നാമത്തേത് മധ്യത്തിലെ പൂജ്യ സ്വരൂപം. അതും ഓർമ്മയുണ്ടോ? നിങ്ങൾ ഏവരുടെയും പൂജ നടക്കുന്നുണ്ടോ, അതോ ഭാരതവാസികളുടേതാണോ നടക്കുന്നത്? താങ്കളുടെ പൂജ ഉണ്ടാകുന്നുണ്ടോ? കുമാരന്മാർ കേൾപ്പിക്കൂ, താങ്കളുടെ പൂജ നടക്കുന്നുണ്ടോ? അപ്പോൾ മൂന്നാമത്തേതാണ് പൂജ്യ സ്വരൂപം. നാലാമത്തേതാണ് സംഗമയുഗി ബ്രാഹ്മണ സ്വരൂപം. ലാസ്റ്റിലുള്ളതാണ് ഫരിസ്ത സ്വരൂപം. അപ്പോൾ 5 രൂപവും ഓർമ്മ വന്നുവോ? ശരി, 1 സെക്കൻഡിൽ ഈ 5 രൂപങ്ങളിലും സ്വയം തന്നെ അനുഭവിക്കാൻ സാധിക്കുമോ? 1 2 3 4 5. അപ്പോൾ സാധിക്കുമല്ലോ. ഈ 5 സ്വരൂപവും എത്ര പ്രിയപ്പെട്ടതാണ്. എപ്പോൾ ആഗ്രഹിക്കുന്നോ, ഏത് രൂപത്തിൽ സ്ഥിതി ചെയ്യാൻ ആഗ്രഹിക്കുന്നോ, ചിന്തിച്ചു, അനുഭവിച്ചു. ഇത് മനസ്സിൻ്റെ ആത്മീയ എക്സസൈസാണ്. ഇക്കാലത്ത് എല്ലാവരും എന്താണ് ചെയ്യുന്നത്? എക്സസൈസ് ചെയ്യുന്നുവല്ലോ. ആദിയിലും താങ്കളുടെ ലോകത്തിൽ അഥവാ സത്യയുഗത്തിൽ നാച്ചുറലായി നടക്കുന്നതിൻ്റെയും ചുറ്റി സഞ്ചരിക്കുന്നതിൻ്റെയും എക്സസൈസ് ഉണ്ടായിരുന്നു. നിവർന്ന് നിന്നുകൊണ്ട് 1 2 3 എന്ന എക്സസൈസ് അല്ല. ഇപ്പോൾ അന്തിമത്തിലും ബാബ്ദാദ മനസ്സിൻ്റെ എക്സസൈസ് ചെയ്യിക്കുന്നു. ഏതുപോലെ സ്ഥൂല എക്സസൈസിലൂടെ ശരീരം ആരോഗ്യമുള്ളതായിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഈ മനസ്സിൻ്റെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കൂ. ഇതിനു വേണ്ടി ടൈം ആവശ്യമില്ല. 5 സെക്കൻഡ് എപ്പോഴെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ, അതോ ഇല്ലയോ? 5 സെക്കൻഡ് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം ആരെങ്കിലും ബിസിയാണോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തൂ. എന്തു ചെയ്യട്ടെ, സമയം ലഭിക്കുന്നില്ല എന്ന് പിന്നീട് പറയില്ലല്ലോ. ഇത് പറയുകയില്ലല്ലോ. സമയം ലഭിക്കുന്നുണ്ടോ? അപ്പോൾ ഈ എക്സസൈസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യൂ. ഏത് കാര്യത്തിലായിരുന്നാലും 5 സെക്കൻഡിൻ്റെ ഈ മനസ്സിൻ്റെ എക്സസൈസ് ചെയ്യൂ. അപ്പോൾ മനസ്സ് സദാ ആരോഗ്യമുള്ളതായിരിക്കും, ശരിയായിരിക്കും. ബാബ്ദാദ പറയുന്നു, ഓരോ മണിക്കൂറിൽ ഈ 5 സെക്കൻഡിൻ്റെ എക്സസൈസ് ചെയ്യൂ. സാധ്യമാണോ? നോക്കൂ, എല്ലാവരും പറയുകയാണ് സാധ്യമാണ് എന്ന്. ഓർമ്മ വയ്ക്കണം. ഓം ശാന്തി ഭവൻ ഓർമ്മ വയ്ക്കണം, മറന്നു പോകരുത്. മനസ്സിൻ്റെ ഭിന്ന ഭിന്ന കംപ്ലയിൻസ് ഉണ്ടല്ലോ. എന്തു ചെയ്യട്ടെ, മനസ്സ് നിൽക്കുന്നില്ല എന്നെല്ലാം. മനസ്സിനെ മൺ അഥവാ 40 കിലോ ഭാരമുള്ളതാക്കി മാറ്റുന്നു. തൂക്കം നോക്കാറുണ്ടല്ലോ. പഴയ കാലത്ത് പാവ്, സേർ, മൺ എന്നിവയാണല്ലോ ഉണ്ടായിരുന്നത്.
അതായത് 1/4 കിലോ, 1 കിലോ, 40 കിലോ അടുപ്പിച്ചുള്ള തൂക്കം. ഇക്കാലത്ത് അത് മാറി. മനസ്സിനെ മൺ ആക്കി മാറ്റുന്നു, ഭാരമുള്ളതാക്കുന്നു. ഈ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർത്തും ലൈറ്റായി മാറും, അഭ്യാസമുണ്ടാകും. ബ്രാഹ്മണൻ എന്ന വാക്ക് ഓർമ്മ വരുമ്പോൾ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് വരൂ. ഫരിസ്ത എന്ന വാക്ക് പറയുമ്പോൾ ഫരിസ്തയായി മാറൂ. പ്രയാസമാണോ? അല്ലല്ലോ. കുമാരന്മാർ പറയൂ, അല്പം പ്രയാസമാണോ? താങ്കൾ ഫരിസ്തയാണോ അതോ അല്ലയോ? താങ്കൾ തന്നെയാണോ അതോ മറ്റുള്ളവരാണോ? എത്ര തവണ ഫരിസ്തയായിട്ടുണ്ട്? എണ്ണമറ്റ തവണ ആയിരിക്കുകയാണ്. താങ്കൾ തന്നെയാണോ ആയത്? ശരി. എണ്ണമറ്റ തവണ ചെയ്ത കാര്യം റിപ്പീറ്റ് ചെയ്യുന്നത് പ്രയാസമുള്ളതാണോ? ഇടയ്ക്കിടയ്ക്ക് ആകുന്നുണ്ടോ? ഇപ്പോൾ ഈ അഭ്യാസം ചെയ്യണം. എവിടെയായിരുന്നാലും 5 സെക്കൻഡ് മനസ്സിനെ ചുറ്റിക്കറക്കൂ. ചക്രം കറക്കൂ. ചുറ്റിക്കറങ്ങുന്നത് നല്ലതായി തോന്നുന്നുണ്ടല്ലോ. ടീച്ചേഴ്സ് ശരിയാണല്ലോ. റൗണ്ട് ചുറ്റാൻ അറിയാമല്ലോ. കേവലം റൗണ്ട് ചുറ്റൂ. പിന്നെ കർമ്മത്തിൽ മുഴുകൂ. ഓരോ മണിക്കൂറിലും റൗണ്ട് ചുറ്റിയ ശേഷം കാര്യത്തിൽ മുഴുകൂ. കാരണം കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കില്ലല്ലോ. ഡ്യൂട്ടി നിർവഹിക്കേണ്ടതുണ്ട്. എന്നാൽ 5 സെക്കൻഡ്, മിനിറ്റ് പോലുമല്ല, സെക്കൻഡ് കണ്ടെത്താൻ സാധിക്കില്ലേ? കണ്ടെത്താൻ സാധിക്കുമോ? UN-ന്റെ ഓഫീസിൽ കണ്ടെത്താൻ സാധിക്കുമോ? മാസ്റ്റർ സർവശക്തിവാനാണ്. അപ്പോൾ മാസ്റ്റർ സർവശക്തിവാന് എന്താണ് ചെയ്യാൻ സാധിക്കാത്തത്? ബാബ്ദാദയ്ക്ക് ഒരു കാര്യത്തിന്മേൽ കുട്ടികളെ കാണുമ്പോൾ മധുരമധുരമായ ചിരി വരുന്നു. ഏത് കാര്യത്തിന്മേലാണ്? ചലഞ്ച് ചെയ്യുന്നു, നോട്ടീസ് അച്ചടിക്കുന്നു, പ്രഭാഷണം ചെയ്യുന്നു, കോഴ്സ് എടുക്കുന്നു. എന്താണ് എടുക്കുന്നത്? നമ്മൾ വിശ്വത്തെ പരിവർത്തനപ്പെടുത്തും. ഇത് എല്ലാവരും പറയുന്നുണ്ടല്ലോ. അതോ ഇല്ലേ? എല്ലാവരും പറയുന്നുണ്ടോ? അതോ കേവലം പ്രഭാഷണം നടത്തുന്നവരാണോ പറയുന്നത്? അപ്പോൾ ഒരു ഭാഗത്ത് പറയുന്നു വിശ്വത്തെ പരിവർത്തനപ്പെടുത്തും, മാസ്റ്റർ സർവശക്തിവാനാണ് എന്ന്. മറുഭാഗത്ത് തൻ്റെ മനസ്സിനെ എൻ്റെ മനസ്സ് എന്ന് പറയുന്നു. മനസ്സിൻ്റെ അധികാരിയാണ്, മാസ്റ്റർ സർവശക്തിവാനാണ്. പിന്നെ പറയുന്നു പ്രയാസമാണ്. അപ്പോൾ ചിരി വരില്ലേ? ചിരി വരുമല്ലോ. അപ്പോൾ ചിന്തിക്കുന്ന സമയത്ത് മനസ്സ് അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ സമയത്ത് തൻ്റെ മേൽ പുഞ്ചിരിക്കണം. മനസ്സിൽ ഏതെങ്കിലും കാര്യം വരുമ്പോൾ ബാബ്ദാദ കണ്ടിട്ടുണ്ട്. 3 രേഖകൾ പാടപ്പെട്ടിട്ടുണ്ടല്ലോ. ഒന്ന് ജലരേഖ. ജലത്തിന്മേൽ രേഖ കണ്ടിട്ടുണ്ടോ? രേഖ വരച്ചാൽ അതേ സമയത്ത് മാഞ്ഞു പോകും. വരയ്ക്കുന്നുണ്ടല്ലോ. രണ്ടാമത്തേതാണ് ഏതെങ്കിലും കടലാസിലോ സ്ലേറ്റിലോ എവിടെയെങ്കിലും വര വരയ്ക്കുന്നത്. ഏറ്റവും വലിയ വരയാണ് കല്ലിൻ്റെ മേൽ വരയ്ക്കുന്ന വര. കല്ലിൻ്റെ മേലുള്ള വര മായുന്നത് വളരെ പ്രയാസമാണ്. ബാബ്ദാദ കാണുന്നുണ്ട്. പലപ്പോഴും കുട്ടികൾ തൻ്റെ മനസ്സിൽ കല്ലിൻ്റെ മേൽ ഉള്ള വര പോലെ ഉറച്ച വര വരയ്ക്കുന്നു. അത് മായ്ച്ചാലും മായുന്നില്ല. ഇങ്ങനെയുള്ള രേഖ നല്ലതാണോ? ഇപ്പോൾ മുതൽ ചെയ്യില്ല, ഇപ്പോൾ മുതൽ ഉണ്ടാകില്ല എന്ന് എത്ര തവണ പ്രതിജ്ഞയും ചെയ്യുന്നു. പക്ഷേ വീണ്ടും വീണ്ടും പരവശമായി പോകുന്നു. അതിനാൽ ബാബ്ദാദയ്ക്ക് കുട്ടികളോട് വെറുപ്പ് തോന്നുന്നില്ല, ദയവ് തോന്നുന്നു. പരവശമായി പോകുന്നു. അപ്പോൾ പരവശമായവരുടെ മേൽ ദയ തോന്നുന്നു. എപ്പോഴാണോ ബാബ്ദാദ ഇങ്ങനെ ദയാഭാവത്തോടെ കുട്ടികളെ നോക്കുന്നത്, അപ്പോൾ ഡ്രാമയുടെ തിരശീലയിൽ എന്താണ് വരുന്നത്? എപ്പോൾ വരെ എന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം താങ്കൾ നൽകൂ. എപ്പോൾ വരെ? കുമാരന്മാർക്ക് നൽകാൻ സാധിക്കുമോ? എത്ര സമയത്തിനുള്ളിൽ ഇത് സമാപ്തമാകും? കുമാരന്മാർ വളരെയധികം പ്ലാൻ ഉണ്ടാക്കുന്നുവല്ലോ. എത്ര സമയത്തിനുള്ളിൽ പറയാൻ സാധിക്കുമോ? എല്ലാത്തിനും ഉപരി
ഇതെപ്പോൾ വരെ? പറയൂ. എപ്പോൾ വരെ എന്നതിന് ഉത്തരം വരുന്നുണ്ടോ? ദാദിമാർ കേൾപ്പിക്കൂ. മുന്നിലുള്ളവർ പറഞ്ഞു, എപ്പോൾ വരെ സംഗമ യുഗമുണ്ടോ അപ്പോൾ വരെയും കുറച്ചൊക്കെ അവശേഷിക്കും. എങ്കിൽ സംഗമയുഗത്തിലും എപ്പോൾ വരെ? മുന്നിലുള്ളവർ പറഞ്ഞു, ഫരിസ്തയായി മാറുന്നത് വരെ. അതും എത്ര നാൾക്കുള്ളിൽ? മുന്നിലുള്ളവർ പറഞ്ഞു, ബാബ പറയട്ടെ. ഫരിസ്തയാകേണ്ടത് താങ്കൾക്കാണോ അതോ ബാബയ്ക്കാണോ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം ചിന്തിക്കണം. ബാബ പറയും, ഇപ്പോൾ. തയ്യാറാണോ? പകുതി മാലയിൽ പോലും കൈ ഉയർത്തിയില്ല. ബാബ്ദാദ സദാ കുട്ടികളെ സമ്പന്ന സ്വരൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു. ബാബ തന്നെയാണ് എൻ്റെ ലോകം എന്നാണ് പറയുന്നത്. ഇത് എല്ലാവരും പറയുന്നുവല്ലോ. മറ്റേതെങ്കിലും ലോകമുണ്ടോ? ബാബ തന്നെയാണ് ലോകം. എങ്കിൽ ലോകത്തിന് പുറത്ത് മറ്റെന്താണുള്ളത്? കേവലം സംസ്കാരം പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ കാര്യമാണ്. ബ്രാഹ്മണരുടെ ജീവിതത്തിൽ മെജോറിറ്റിയും വിഘ്നരൂപമാകുന്നത് സംസ്കാരമാണ്. ഒന്നുകിൽ തൻ്റെ സംസ്കാരം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസ്കാരം. ജ്ഞാനം എല്ലാവരിലുമുണ്ട്, ശക്തികളും എല്ലാവരുടെയും അടുക്കലുണ്ട്. എന്നാൽ എന്താണ് കാരണം? ഏതൊരു ശക്തി ഏത് സമയത്ത് കാര്യത്തിൽ കൊണ്ടുവരണമോ ആ സമയത്ത് എമർജ് ആകുന്നതിന് പകരം അല്പം പിന്നീടാണ് എമർജ് ആകുന്നത്. പിന്നീടാണ് ചിന്തിക്കുന്നത്, ഇത് പറയാതെ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ വളരെ നല്ലതായിരുന്നേനെ. ഇത് ചെയ്യുന്നതിന് പകരം ഇത് ചെയ്തിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു. എന്നാൽ ഏതൊരു സമയം കടന്നു പോകണം ആയിരുന്നോ അത് കടന്നുപോയി. അതേപോലെ എല്ലാവരും സ്വയം തങ്ങളിൽ ശക്തികളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടുമിരിക്കുന്നു. സഹനശക്തി ഇതാണ്, നിർണയശക്തി ഇതാണ്, ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. കേവലം അല്പം സമയത്തിൻ്റെ വ്യത്യാസം വന്നു പോകുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ് ഉണ്ടാകുന്നത്? ശരി, ഒരു തവണ വേണ്ട സമയത്ത് ശക്തി കാര്യത്തിൽ വന്നില്ല എന്നിരിക്കട്ടെ. ഇത് ചെയ്യുന്നതിന് പകരം ഇതാണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു എന്നിരിക്കട്ടെ. മനസ്സിലാകുന്നത് പിന്നീടാണെന്നിരിക്കട്ടെ. പക്ഷേ ആ തെറ്റിനെ ഒരു തവണ അനുഭവിച്ചതിനു ശേഷം ഭാവിയിലേക്ക് വേണ്ടി അനുഭവിയായി അതിനെ നല്ല രീതിയിൽ റിയലൈസ് ചെയ്യണം. അത് രണ്ടാമത് ഉണ്ടാകരുത്. അങ്ങനെയാണെങ്കിലും പ്രോഗ്രസ് ഉണ്ടാവുക സാധ്യമാണ്. ആ സമയത്ത് ഇത് റോങ് ആണ്, ഇത് റൈറ്റ് ആണ് എന്ന് മനസ്സിലാകുന്നു. എന്നാൽ അതേ തെറ്റ് രണ്ടാമത് ഉണ്ടാകരുത്. അതിനുവേണ്ടി സ്വയം നല്ല രീതിയിൽ റിയലൈസേഷൻ ചെയ്യണം. അതിലും ഇത്രയും ഫുൾ പെർസെൻറ്റേജ് പാസ്സാകുന്നില്ല. മായ വളരെ കൗശലക്കാരനാണ്. അതേ കാര്യം ആയിരിക്കും താങ്കളിൽ സഹനശക്തി കുറവാണ് എന്നിരിക്കട്ടെ. താങ്കൾക്ക് സഹനശക്തി യൂസ് ചെയ്യേണ്ട കാര്യമാണ് എന്നിരിക്കട്ടെ. ഒരു തവണ താങ്കൾ റിയലൈസ് ചെയ്തു. പക്ഷേ മായ എന്താണ് ചെയ്യുന്നത്? രണ്ടാമത്തെ തവണ രൂപം ഒരല്പം മാറ്റിയ ശേഷം വരുന്നു. ഉണ്ടാകുന്നത് അതേ കാര്യമാണ്. എന്നാൽ ഈ കാലത്ത് ലോകത്തിൽ പഴയ അതേ വസ്തുവായിരിക്കും. എന്നാൽ ഈ വിധം പോളിഷ് ചെയ്യുന്നു. അതിലൂടെ പുതിയതിലും പുതിയതായി കാണപ്പെടും. അപ്പോൾ മായയും ഇങ്ങനെ പോളിഷ് ചെയ്തു വരും. കാര്യത്തിൻ്റെ രഹസ്യം അതുതന്നെയായിരിക്കും. താങ്കളിൽ ഈർഷ്യ വന്നു എന്നിരിക്കട്ടെ. ഈർഷ്യയും പല പല രൂപത്തിലുള്ളവ ഉണ്ട്, ഒരു രൂപത്തിൻ്റേതല്ല. അപ്പോൾ ബീജം ഈർഷ്യയുടേത് തന്നെയായിരിക്കും. എന്നാൽ മറ്റൊരു രൂപത്തിലായിരിക്കും വരുന്നത്, അതേ രൂപത്തിൽ വരുന്നില്ല. അപ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നു, ആദ്യമുണ്ടായിരുന്ന കാര്യം അതായിരുന്നു, ഈ കാര്യമേ മറ്റൊന്നാണല്ലോ. പക്ഷേ ബീജം അതുതന്നെയാണ്, കേവലം രൂപം പരിവർത്തനപ്പെടുന്നു. അതിനുവേണ്ടി ഏതൊരു ശക്തി ആവശ്യമാണ്? തിരിച്ചറിയാനുള്ള ശക്തി. ഇതിനുവേണ്ടി ബാബ്ദാദ മുൻപും പറഞ്ഞിട്ടുണ്ട്. 2 കാര്യങ്ങളുടെ അറ്റൻഷൻ വയ്ക്കൂ. ഒന്ന്, സത്യമായ ഹൃദയം, സത്യത. ഉള്ളിൽ തന്നെ വയ്ക്കരുത്. ഉള്ളിൽ വയ്ക്കുകയാണെങ്കിൽ
ഒരു ഗ്യാസിൻ്റെ ബലൂൺ നിറയുമ്പോൾ ഒടുവിൽ എന്ത് സംഭവിക്കും? പൊട്ടിപ്പോകുമല്ലോ. അപ്പോൾ സത്യമായ ഹൃദയം ഉണ്ടായിരിക്കുക. ആത്മാക്കളുടെ മുന്നിൽ ഒരല്പം സങ്കോചം ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ. എന്നെ ഏത് ദൃഷ്ടിയോട് നോക്കും എന്നറിയില്ല എന്ന് ലജ്ജ തോന്നുന്നു എന്നിരിക്കട്ടെ. എന്നാൽ സത്യമായ ഹൃദയത്തോടെ, തിരിച്ചറിവോടെ ബാബ്ദാദയുടെ മുന്നിൽ വയ്ക്കൂ. ഈ തെറ്റ് സംഭവിച്ചു പോയി എന്ന് ഞാൻ ബാബ്ദാദയോട് പറഞ്ഞിട്ടുണ്ട് എന്നത് പോരാ. അതെ, എന്നിൽ നിന്നും ഈ തെറ്റുണ്ടായിപ്പോയി എന്ന് ഒരു ഓർഡർ പുറപ്പെടുവിക്കുന്നത് പോലെ ആകരുത്. തിരിച്ചറിവിൻ്റെ ശക്തിയിലൂടെ, സത്യമായ ഹൃദയത്തോടെ, കേവലം ബുദ്ധി കൊണ്ടല്ല, എന്നാൽ ഹൃദയം കൊണ്ട് അഥവാ ബാബ്ദാദയുടെ മുന്നിൽ തിരിച്ചറിവ് വരുത്തുകയാണെങ്കിൽ മനസ്സ് കാലിയാകും, മാലിന്യം ഇല്ലാതാകും. കാര്യങ്ങൾ വലുതല്ല, ചെറുത് തന്നെയായിരിക്കും. എന്നാൽ അഥവാ താങ്കളുടെ മനസ്സിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ശേഖരിക്കപ്പെട്ടുകൊണ്ടേയിരുന്നാൽ അതിലൂടെ മനസ്സ് നിറയുന്നു, ഒഴിഞ്ഞിരിക്കുന്നില്ലല്ലോ. അപ്പോൾ ഹൃദയത്തിൽ ഒഴിവില്ലെങ്കിൽ ദിലാരാമൻ, ഹൃദയേശ്വരൻ എവിടെയിരിക്കും? ഇരിക്കുവാൻ ഇടമുണ്ടായിരിക്കണമല്ലോ. അപ്പോൾ സത്യമായ ഹൃദയത്തിൽ പ്രഭു തൃപ്തനാകുന്നു. എന്താണോ എങ്ങനെയാണോ, എന്താണോ എങ്ങനെയാണോ ബാബ അങ്ങയുടേതാണ്. നമ്പർ വാർ ആവുക തന്നെ വേണം എന്നത് ബാബ്ദാദ അറിയുന്നുണ്ട്. അതിനാൽ ബാബ്ദാദ ആ ദൃഷ്ടിയോടെ താങ്കളെ നോക്കുകയില്ല. എന്നാൽ സത്യമായ ഹൃദയമുണ്ടായിരിക്കണം. രണ്ടാമതായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സദാ ബുദ്ധിയുടെ ലൈൻ ക്ലിയർ ആയിരിക്കണം. ലൈനിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത്, കട്ട് ഓഫ് ആകരുത്. ബാബ്ദാദ വേണ്ട സമയത്ത് ഏതൊരു എക്സ്ട്രാ ശക്തി നൽകാൻ ആഗ്രഹിക്കുന്നോ, ആശീർവാദങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നു, എക്സ്ട്രാ സഹായം നൽകാൻ ആഗ്രഹിക്കുന്നുവോ, ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കുകയാണെങ്കിൽ അത് ലഭിക്കുക സാധ്യമല്ല. ലൈൻ ക്ലിയറേ അല്ലെങ്കിൽ, ക്ലീൻ അല്ലെങ്കിൽ കട്ട് ഓഫ് ആണ് എങ്കിൽ ഏതൊരു പ്രാപ്തി ഉണ്ടാകണമോ അതുണ്ടാകില്ല. പല കുട്ടികളും പറയുകയല്ല, ചിന്തിക്കുന്നു. ചില ആത്മാക്കൾക്ക് വളരെയധികം സഹയോഗം ലഭിക്കുന്നു. ബ്രാഹ്മണരുടേതും ലഭിക്കുന്നു, മുതിർന്നവരുടെയും ലഭിക്കുന്നു, ബാബ്ദാദയുടെയും ലഭിക്കുന്നു. നമുക്ക് കുറവാണ് ലഭിക്കുന്നത്. എന്താണ് കാരണം? ബാബയാണെങ്കിൽ ദാതാവാണ്, സാഗരമാണ്. ആര് എത്ര എടുക്കാൻ ആഗ്രഹിക്കുന്നുവോ. ബാബ്ദാദയുടെ ഭണ്ഡാരത്തിൽ പൂട്ടും താക്കോലുമൊന്നുമില്ല, കാവൽക്കാരുമില്ല. ബാബ എന്ന് പറഞ്ഞു, ഹാജരായി. ബാബ എന്ന് പറഞ്ഞു, എടുത്തുകൊള്ളൂ. ദാതാവാണല്ലോ, ദാതാവുമാണ്, സാഗരവുമാണ്. അപ്പോൾ എന്തായിരിക്കും കുറവുണ്ടാവുക? ഈ രണ്ട് കാര്യങ്ങളുടെ കുറവുണ്ടാകുന്നു. ഒന്ന്, സത്യമായ ഹൃദയം, സ്വച്ഛമായ ഹൃദയം ഉണ്ടായിരിക്കണം. കൗശലം കാണിക്കരുത്. കൗശലം വളരെയധികം കാണിക്കുന്നു. ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള കൗശലം കാണിക്കുന്നു. സ്വച്ഛമായ ഹൃദയവും സത്യമായ ഹൃദയവും. രണ്ടാമതായി, ബുദ്ധിയുടെ ലൈൻ സദാ ചെക്ക് ചെയ്യൂ. ക്ലിയറാണോ, ക്ലീനുമാണോ? ഈ കാലത്തെ സയൻസിൻ്റെ സാധനങ്ങളിലും നോക്കാറുണ്ടല്ലോ, ഒരല്പം ഡിസ്റ്റർബൻസ് ക്ലിയർ ആകാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇത് തീർച്ചയായും ചെയ്യൂ. മറ്റൊരു വിശേഷ കാര്യമാണ്, ഈ സീസണിൻ്റെ ലാസ്റ്റ് ടേൺ ആണല്ലോ. അതിനാൽ പറയുകയാണ്, ഡബിൾ വിദേശികൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ലാസ്റ്റ് ടേണിൽ താങ്കളാണ് മുന്നിലിരിക്കുന്നത്. അപ്പോൾ താങ്കളോട് തന്നെ പറയേണ്ടി വരുന്നു. ബാബ്ദാദ ഇത് കണ്ടു. ഒരു സംസ്കാരം അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയാം. നേച്ചർ ഓരോരുത്തരുടേതും അവരവരുടേതാണ്. എന്നാൽ സർവരുടെയും സ്നേഹിയും, സർവകാര്യങ്ങളിലും സംബന്ധത്തിലും സഫലവും, മനസ്സ വിജയിയും, വാക്കിൽ മധുരതയും വരുന്നത് ഈസി നേച്ചർ ഉണ്ടാകുമ്പോഴാണ്. അലക്ഷ്യ നേച്ചർ പാടില്ല. അലക്ഷ്യം മറ്റൊരു കാര്യമാണ്. ഈസി നേച്ചർ എന്ന് പറയുന്നത് എങ്ങനെയുള്ള സമയമാണോ, എങ്ങനെയുള്ള വ്യക്തിയാണോ, എങ്ങനെയുള്ള സർക്കംസ്റ്റൻസ് ആണോ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട്
സ്വയം തന്നെ ഈസിയാക്കണം. ഈസി എന്നാൽ ഇണങ്ങിച്ചേരൽ. ടൈറ്റ് നേച്ചർ അഥവാ വളരെയധികം ടു മച്ച് ഒഫീഷ്യൽ പാടില്ല. ഒഫീഷ്യലായിരിക്കുന്നത് നല്ലതാണ്, എന്നാൽ ടു മച്ച് പാടില്ല. വേണ്ട സമയത്ത്, അങ്ങനെയുള്ള ഒരു സമയത്ത് അഥവാ ആരെങ്കിലും ഒഫീഷ്യലായി മാറുകയാണെങ്കിൽ അത് ഗുണത്തിന് പകരം അവരുടെ വിശേഷതയായി ആ സമയത്ത് തോന്നുകയില്ല. സ്വയം തന്നെ മോൾഡ് ചെയ്യാൻ സാധിക്കണം, ഇണങ്ങിച്ചേരാൻ സാധിക്കണം. ചെറിയവരായാലും മുതിർന്നവരായാലും. മുതിർന്നവരോട് മുതിർന്ന രീതിയിൽ നടക്കാൻ സാധിക്കണം. ചെറിയവരോട് ചെറിയവരെ പോലെ നടക്കാൻ സാധിക്കണം. സഹചാരികളോട് കൂട്ടുകാരായി നടക്കാൻ സാധിക്കണം. മുതിർന്നവരോട് റിഗാർഡോടെ നടക്കാൻ സാധിക്കണം. ഈസിയായി മോൾഡ് ചെയ്യാൻ സാധിക്കണം. ശരീരവും ഈസിയായി വയ്ക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് തിരിയാൻ സാധിക്കുന്നു. ടൈറ്റായി ഇരിക്കുകയാണെങ്കിൽ തിരിയാൻ സാധിക്കില്ല. അലക്ഷ്യവും പാടില്ല. ഈസിയാണെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ ഈസിയുമാകാം അലക്ഷ്യവുമാകാം എന്നത് പാടില്ല. ബാബ്ദാദ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈസിയാകൂ എന്ന്. അപ്പോൾ ഈസിയായി. ഇങ്ങനെ ചെയ്യരുത്. ഈസി നേച്ചർ എന്നാൽ എങ്ങനെയുള്ള സമയമാണോ അതേപോലെ തൻ്റെ സ്വരൂപം ഉണ്ടാക്കാൻ സാധിക്കണം. ശരി, ഡബിൾ വിദേശികൾക്ക് നല്ല ചാൻസ് ലഭിച്ചു. എല്ലാവർക്കും ഡ്രിൽ ഓർമ്മയുണ്ടോ, അതോ മറന്നുപോയോ? ഇപ്പോൾ തന്നെ എല്ലാവരും ഈ ഡ്രിൽ ചെയ്യൂ, ചുറ്റിക്കറങ്ങൂ. ശരി, 4 ഭാഗത്തുമുള്ള സർവശ്രേഷ്ഠ ആത്മാക്കൾക്ക് 4 ഭാഗത്തു നിന്നും സ്നേഹസ്മരണകളും സമാചാരവും അയക്കുന്നവർക്ക് വളരെ നല്ല ഭിന്ന ഭിന്ന സംബന്ധങ്ങളിലൂടെ സ്നേഹത്തിൻ്റെ കത്തും തൻ്റെ വിശേഷങ്ങളും എഴുതി സേവാ സമാചാരം ഉന്മേഷത്തോടെയും വളരെ നല്ല നല്ല പ്ലാനും എഴുതിയിരിക്കുകയാണ്. അത് ബാബ്ദാദിക്ക് ലഭിക്കുക തന്നെ ചെയ്തു. ഏതൊരു സ്നേഹത്തോടെ പ്രയത്നത്തോടെ എഴുതിയോ, ആരെല്ലാം എഴുതിയോ, അവരോരോരുത്തരും അവരവരുടെ നാമസഹിതം ബാബ്ദാദയുടെ അഥവാ ദിലാരാമൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ സ്വീകരിച്ചാലും കുട്ടികൾക്ക് ബാബയോട് സ്നേഹമുണ്ട്. അതിനേക്കാൾ കോടി മടങ്ങ് ബാബയ്ക്ക് കുട്ടികളോട് സ്നേഹമുണ്ട്. സദാ അമരവും ആണ്. സ്നേഹികളായ കുട്ടികൾക്ക് ബാബയിൽ നിന്നും വേർപിരിയാൻ സാധിക്കില്ല. ബാബയ്ക്ക് കുട്ടികളിൽ നിന്നും വേർപിരിയാൻ സാധിക്കില്ല. കൂടെയുണ്ട്, കൂടെ തന്നെ ഇരിക്കുകയും ചെയ്യും. 4 ഭാഗത്തുമുള്ള സദാ സ്വയം തന്നെ ബാബയ്ക്ക് സമാനമാക്കുന്നവർക്ക്, സദാ ബാബയുടെ നയനങ്ങളിൽ, ഹൃദയത്തിൽ, മസ്തകത്തിൽ സമീപം ഇരിക്കുന്നവർക്ക്, സദാ ഒരു ബാബയുടെ ലോകത്തിലിരിക്കുന്നവർക്ക്, സദാ ഓരോ ചുവടിലും ബാബ്ദാദയെ ഫോളോ ചെയ്യുന്നവർക്ക്, സദാ വിജയി ആയിരുന്നു, വിജയി ആണ്, വിജയി ആയിരിക്കും, ഇങ്ങനെയുള്ള നിശ്ചയത്തിലും ലഹരിയിലും ഇരിക്കുന്നവർക്ക്, ഇങ്ങനെയുള്ള അതിശ്രേഷ്ഠവും വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ പ്രിയത്തിലും പ്രിയമായ സർവ്വ കുട്ടികൾക്കും ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം. ഓരോ സെക്കൻഡിൻ്റെയും ഓരോ സങ്കല്പത്തിൻ്റെയും മഹത്വം അറിഞ്ഞ് ശേഖരണത്തിൻ്റെ കണക്ക് നിറയ്ക്കുന്ന സമർത്ഥ ആത്മാവായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ അവിനാശിയായ ബാബയിലൂടെ ഓരോ സമയത്തും അവിനാശി പ്രാപ്തികൾ ഉണ്ടാകുന്നു. മുഴുവൻ കൽപ്പത്തിലും ഇങ്ങനെയുള്ള ഭാഗ്യം പ്രാപ്തമാക്കുന്നതിൻ്റെ ഒരേ ഒരു സമയമാണ് ഇത്. അതിനാൽ താങ്കളുടെ സ്ലോഗനാണ് ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരിക്കലുമില്ല. ഏതെല്ലാം ശ്രേഷ്ഠ കാര്യം ചെയ്യേണ്ടതുണ്ടോ അത് ഇപ്പോൾ ചെയ്യണം. ഈ സ്മൃതിയിലൂടെ ഒരിക്കലും സമയവും സങ്കല്പവും കർമ്മവും വ്യർത്ഥമായി പാഴാക്കുകയില്ല. സമർത്ഥ സങ്കല്പങ്ങളിലൂടെ ശേഖരണത്തിൻ്റെ കണക്ക് നിറയും. ആത്മാവ് സമർത്ഥമായി മാറുകയും ചെയ്യും. സ്ലോഗൻ. ഓരോ വാക്കിൻ്റെയും ഓരോ കർമ്മത്തിൻ്റെയും അലൗകികത തന്നെയാണ് പവിത്രത. സാധാരണത്വത്തെ അലൗകികതയിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. ഓം ശാന്തി.
ആത്മീയ സ്വരൂപം സ്മൃതിയിൽ കൊണ്ടുവന്ന് ഞാൻ പവിത്രതയാകുന്ന സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു. പവിത്രതയുടെ ദിവ്യപ്രകാശം നാനാഭാഗത്തും ആത്മനക്ഷത്രത്തിൽ നിന്നും പ്രസരിക്കുന്നു. എൻ്റെ അനാദി സ്വരൂപത്തെ എമേർജ് ചെയ്ത് ഒരു സെക്കൻഡിൽ ഞാൻ ബ്രഹ്മലോകത്തിൽ സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മലോകത്തിൽ പ്രഭുവിൻ്റെ ശ്രേഷ്ഠ സംഘത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ കൂടുതൽ സ്വച്ഛവും സന്തുഷ്ടവുമാകുന്നു. പവിത്ര സാഗരവും വരദാതാവുമായ ശിവപരമാത്മാവിൻ്റെ പവിത്ര കിരണങ്ങളുടെ പ്രഭാവത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ എന്നിൽ പവിത്രതയുടെ ബലം വർദ്ധിക്കുന്നു. സൈലൻസിൻ്റെ മധുരതയും അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവവും പ്രഭുവിൻ്റെ പവിത്ര കിരണങ്ങളിലൂടെ എനിക്കുണ്ടാകുന്നു. പരമാത്മാ പവിത്രതയാകുന്ന മഹാശക്തി എന്നിൽ നിറയുമ്പോൾ ഈ ദിവ്യശക്തിയുടെ മഹാദാനിയായി ഞാൻ മാറുന്നു. പ്രകൃതിയെ അധീനമാക്കുന്ന പ്രകൃതിയുടെ ചഞ്ചലതകളെ സമാപ്തമാക്കുന്ന മനുഷ്യാത്മാക്കൾക്ക് സുഖവും ശാന്തിയും പ്രദാനം ചെയ്യുന്ന പവിത്രതയാകുന്ന ഈ മഹാശക്തിയെ വിശ്വമംഗളാർത്ഥം ഞാൻ
ദാനം ചെയ്യുന്നു. പരമാത്മാ പവിത്രതയുടെ ദിവ്യ പ്രകാശരശ്മികൾ മുഴുവൻ വിശ്വത്തിലും വ്യാപിച്ച് പ്രകൃതിയിൽ സദോപ്രധാന ശക്തി നിറയ്ക്കട്ടെ. ആത്മാക്കൾക്ക് സുഖശാന്തിയുടെ അഞ്ജലി പ്രദാനം ചെയ്യട്ടെ.